ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ബിഗ് ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളത്തെ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നേരം വെളുക്കണേ ഉള്ളൂ, 5:57 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം വേഗം ഇറങ്ങണം. ഞങ്ങളെ പള്ളിയിൽ പോക്കും ഇന്നത്തെ ഒരു ഡേയും മാക്സിമം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എൻ്റെ സൗണ്ട് റിക്കവറിക്ക് വേണ്ടി ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പറ്റുമ്പോഴൊക്കെ ഓർക്കുക എന്ന് പറയുകയാണ് കേട്ടോ. കാരണം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് പ്രേയേഴ്സ് റിക്വസ്റ്റ് ചെയ്യാണ്. അത് മാക്സിമം തെറാപ്പിയിൽ അവസാനിക്കണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളും അതിന് പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മാക്സിമം ഞാൻ ദൈവത്തിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ചെറിയ പ്രാർത്ഥനയിൽ ഇടയ്ക്കൊന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ വായു, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോഴേക്കും ഡിംപിൾ റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പാച്ചുവിന് പാലൊക്കെ എടുത്ത് കൊടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 6:15 കഴിയുമ്പോൾ ഒരു ബസ് ഉണ്ട് എന്നറിയാം. പക്ഷെ അത് കറക്റ്റ് ടൈം എപ്പോഴാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ 6 മണിയായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി. ഇത് നമ്മുടെ നോബിളിയുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ലെവലാക്കി വിടും കേട്ടോ. അങ്ങനെ ബസ് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഊബർ ബുക്ക് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ പ്ലാനൊക്കെ നല്ല അടിപൊളി പ്ലാനായിരുന്നു. ബസ്സിന് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പം ആ സമയത്ത് എത്തില്ലായിരുന്നു. ഞങ്ങളൊരു 6:25 ആയപ്പോൾ എത്തി. അവിടെ ചെന്ന് കുരിശ് വരച്ചു, ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കിനും കുർബാന തുടങ്ങിയിട്ട് 6:30 കുർബാന. അപ്പോൾ അതുകൊണ്ട് അത് ഈസിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ സുബ്നാടച്ചൻ്റെ അടുത്ത് മാലയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് തിരിച്ചതേ വരികയാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇക്കയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എടുത്തു വെക്കാനായിട്ട്. അപ്പോൾ ഇക്ക അപ്പമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിംപിൾ കാറിലും ഓട്ടോയിലും ഒക്കെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ അപ്പത്തിനുള്ള മുട്ടക്കറിയും ഉച്ചയ്ക്കത്തെ ലഞ്ചും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് തൊട്ട് പിള്ളേർക്ക് അവധിയാണല്ലോ. അങ്ങനെ എല്ലാം വേഗം പയറൊക്കെ അരിഞ്ഞു വെച്ചു, പയർ തോരൻ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ എല്ലാം ഷടപടയിന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ചൊവ്വാഴ്ചത്തെ ദിവസം അതോടെ അവസാനിച്ചു. ഇത് വ്യാഴാഴ്ചയാണ് കേട്ടോ. തോമുൻ്റെ സ്കൂളിൽ നിന്ന് നവരാത്രി സെലിബ്രേഷനാണ്, KG സെക്ഷൻ കേട്ടോ. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വേണം കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ മീഷോയിൽ നിന്ന് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലമുടി മാത്രം ഡൗൺ ചേട്ടനോടൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു, ജെല്ലൊക്കെ വെച്ചിട്ട്. എനിക്ക് വലിയ ഐഡിയ പോരാ. അപ്പോൾ അതേ തോമുൻ്റെ മുഖത്ത് ആദ്യം ഞാനൊരു അവൻ്റെ തന്നെ ബേബി ക്രീം തേച്ചു. അപ്പോൾ ഒന്നൊരു ബേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവന് മേക്കപ്പും കാര്യങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടമില്ല, സത്യം പറയാമല്ലോ. ടീച്ചേഴ്സ് വീട്ടിൽ തന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പകുതി കിളി പോയി. കാരണം പിള്ളേരെ പിടിച്ചിരുത്തുക എന്നുള്ളത് ചെറിയ ടാസ്കല്ല. നമ്മൾ കുറേ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യിക്കാൻ. അപ്പോൾ അതേ സ്റ്റോപ്പ് ക്രീമും ടിൻറ്റഡ് മോയ്സ്ചറൈസറും പിന്നെ ഫൗണ്ടേഷനും ഒക്കെ എടുത്തു വെച്ചു. അവൻ ഏതാണോ സെറ്റ് ആവണോ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോയ്സ്ചറൈസർ ഒന്ന് സെറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ സ്റ്റോപ്പ് ക്രീമിൻ്റെ ഫേസസ് കാനഡ സ്റ്റോപ്പ് ക്രീമും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫേസസ് കാനഡയുടെ തന്നെ മോയ്സ്ചറൈസർ ടിൻറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ, ലോങ് ലാസ്റ്റിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ മെബിലിൻ്റെ മസ്കാര അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ എല്ലാം മെബിലിൻ്റെയും അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ കൂടുതലും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേ ഒരു ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റാണ് കേട്ടോ. അതും നല്ല അടിപൊളിയാണ്. എൻ്റെ ഫേസൊക്കെ ആകെ സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആകെ വിയർത്ത് ഉണങ്ങിയത് തോമും. ആ ബ്രഷ് എവിടെ പോകണോ അതിൻ്റെ കൂടെ തന്നെ തോമും സഞ്ചരിക്കും. അങ്ങനെയാണ്. അപ്പോൾ 2 ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞ സമയം ഒട്ടും ശരിയായിട്ടില്ല. ഈ 2 ദിവസം അലച്ചലച്ച് ഉണ്ടായിരുന്ന സൗണ്ടും കൂടെ എൻ്റെ പോയി എന്ന് വേണം പറയാം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാനിവന് ലിപ്സ്റ്റിക്ക് ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടത്. ഇത് കുറച്ച് മെബിലിൻ്റെ ഹൈലൈറ്ററാണ്. ഇതും അഫോർഡബിൾ. ഇപ്പോൾ നമ്മുടെ സെയിലൊക്കെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല ഒരു ഇതിൽ റേറ്റിൽ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലോ ചെയ്തിരിക്കട്ടെ എന്ന് വെച്ച് നല്ലപോലെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ തന്നെ ലിപ്സ്റ്റിക്ക് എടുത്തിടാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമാർത്തിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് വിടാം കേട്ടോ. പ്രോഡക്റ്റ്സൊക്കെ എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാലും അവന് സെറ്റായി. എന്നാൽ അധികം മേക്കപ്പ് ഇട്ടില്ല, എന്നാൽ മേക്കപ്പ് ഇട്ട ഒരു ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഫോണൊക്കെ കൊടുത്തിരുത്തേക്കാണ്, കാര്യം നടക്കണമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ആദ്യം മെബിലിൻ്റെ എന്താ പറയുക
ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ആ ന്യൂഡ് ഷെയ്ഡ് വരുന്ന മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ലിപ്സ്റ്റിക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടിട്ട് ആൾക്ക് നല്ല ഒരു ജ്ഞാനമുണ്ടതിൽ. അപ്പോൾ അതുകൊണ്ട് വേഗം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇരുത്തുക എന്നുള്ളതാണ്. ഫേസ് മേക്കപ്പും ലിപ്പും ഒക്കെ ഓക്കെയാണ്, പക്ഷെ കണ്ണെഴുതാൻ ആൾ സമ്മതിച്ചില്ല കേട്ടോ. അമ്പിനും വില്ലിനും അവനെ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കരഞ്ഞ് വാശിയാക്കിയ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുളമാക്കും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യണ്ട, അവന് പറ്റണത് മാത്രം ചെയ്ത് ഭംഗിയാക്കാം, ചെയ്യാൻ സമ്മതിക്കുന്നത് കുറച്ചും കൂടെ ഭംഗിയാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചാണ് കൂടുതലും കാര്യങ്ങൾ ഞാൻ ചെയ്തത് കേട്ടോ. ഭയങ്കര സന്തോഷമായി, അവൻ അത്രയും ഹാപ്പി ആയിട്ട് അതിലെല്ലാം ഇൻവോൾവ് ചെയ്തപ്പം സന്തോഷമായി. അപ്പം മുകളിൽ എഴുതാൻ നോക്കിയപ്പോൾ അവൻ സമ്മതിച്ചില്ല. ഇത് പ്ലമ്മിൻ്റെ ഐ പെൻസിലാണ് കേട്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ ചാക്കോച്ചനൊക്കെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ഇതിലെഴുതി കൊടുക്കുക. പിന്നെ ലാക്മിയുടെ ഐലൈനർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനത് സമ്മതിച്ചില്ല. ഫസ്റ്റ് സ്വൈപ്പിൽ തന്നെ അവനത് നോ എന്ന് പറഞ്ഞു. അവന് പേടിയായി കേട്ടോ. ഈ ഒരു സീനാണ് ഞാൻ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ ഞാനത് വേഗം തുടച്ചു കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് അവന് നല്ല ലാഷസ് ഉണ്ട്, ഐ ലാഷസും കൂടെ മസ്കാരയും കൂടി ഇട്ടാൽ നല്ല അടിപൊളിയാവുമെന്ന് വിചാരിച്ചു. ഇവർക്കങ്ങനെ പ്രത്യേകിച്ച് ആഭരണങ്ങളൊന്നുമില്ല. പെൺപിള്ളേർക്കാണ് സിൽവർ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോർഡിനേഷൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല അടിപൊളി കോർഡിനേഷനായിരുന്നു. ടൈമിങ് ആയിക്കോട്ടെ, പിള്ളേരുടെ ഡ്രസ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നും ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ട്രൈ പെൻസിൽ വെച്ചൊന്ന് വരച്ച് നോക്കിയാലോ എന്നുള്ളത്. ഞാനങ്ങനെ ഓവർ മേക്കപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷം റീമോൾ മാം അവന് ഇട്ട് കൊടുത്ത മേക്കപ്പാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. മാം പറഞ്ഞ അവൻ ഇരിക്കും, എന്തും ചെയ്യും. പക്ഷെ നമ്മൾ പറയുമ്പം കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ സെറ്റാക്കി. അപ്പോൾ ഇത് ഡിമ്പിളിൻ്റെ നിന്ന് ഞാൻ കടം വാങ്ങിച്ച പൊട്ടാണ് കേട്ടോ. അപ്പോൾ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോൺ ചേട്ടനെ കൊണ്ട് തുറപ്പിച്ചു. അപ്പം ഡ്രസ്സ് ആദ്യം ഞാൻ ടോപ്പ് മാത്രം ഇടിച്ചിരുത്തി, ഇനി മേക്കപ്പൊന്നും പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പാൻറ്റ് ശരിക്കും കുറച്ച് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നവന് ലെങ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഷാഡോസിൽ കൊടുത്തിട്ട് മുകളിലോട്ട് ഒരു പടി തുണി വെച്ചിട്ട് ചെയ്തു. അപ്പോൾ അത് ഷാഡോസുകാർ എനിക്ക് വളരെ ഭംഗിയിൽ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ മറ്റേ കൃഷ്ണൻ്റെ പൊട്ട് തുടരണമെന്നാണ് പറഞ്ഞത്, ഗോപി പൊട്ട്. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു മഞ്ഞയും റെഡും ആയിരിക്കും മാച്ച്, കാരണം അവന് മഞ്ഞ ഷോളാണ് അരയിൽ കെട്ടുക കേട്ടോ. അപ്പോൾ തോമുവിൻ്റെ ഭാവൻസിലെ ആദ്യത്തെ പെർഫോമൻസാണ് കേട്ടോ. ഈ പറയുന്ന പോലെ അവന് ഫസ്റ്റ് സ്കൂളിലും ഒരു പെർഫോമൻസിൽ പങ്കെടുക്കാൻ പറ്റി. ഭാവൻസിൽ ഇത് അവനായിട്ട് കൈപൊക്കി കയറി കൂടിയ സംഭവമാണ് കേട്ടോ, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവനായിട്ട് ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്തതല്ലേ, പിന്നെ അതിനായിട്ട് നോ പറയണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മൾ ഈ ഒരു 3 ദിവസം ട്രിപ്പ് പോവാം എന്നുള്ളൊരു പ്ലാനും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പ്ലാനിലേക്ക് പോയില്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം അടുപ്പിച്ചൊരു 3 ദിവസം കിട്ടും. അല്ലെങ്കിൽ വേണ്ട, ഫ്രൈഡേയും കൂടെ ലീവ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ തോമുൻ്റെ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമ്മളതെല്ലാം ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഡിമ്പിളിനൊരു ഫങ്ഷൻ വന്നത്. അപ്പോൾ ഡിമ്പിളിൽ നിന്ന് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മുൻപത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ തകൃതിക്ക് പൊട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മുകളിൽ കുത്തുകുത്തി ഇട്ടിട്ടില്ലായിരുന്നു. അവിടെ ഹാളിൽ ചെന്നതിന് ശേഷം ഇവൻ്റെ കൂടെയുള്ള അയാൻ്റെ പൊട്ട് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പം അവരുടെ അമ്മ പൊട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. ഡോൺ ചേട്ടൻ കുളിപ്പിച്ചൊക്കെ തന്നു, മുടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ അവൻ്റെ തലയിൽ ജെല്ല് ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം ഒന്നും കൂടെ ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യാമെന്ന് ഡോൺ ചേട്ടൻ പറഞ്ഞു. പിന്നെ ശരിയെന്ന് ഞാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാക്കോച്ചനെ ഉറക്കിയിട്ട് കിടത്തിയേക്കാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവൻ എഴുന്നേറ്റു. എന്തായാലും നമ്മൾ പോകുമ്പോൾ അവനെ കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങിയ ഡോൺ ചേട്ടൻ്റെ മെക്കിട്ട് അല്ലെങ്കിൽ എൻ്റെ മെക്കിട്ട് എനിക്ക് എന്തായാലും വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഡോൺ ചേട്ടൻ ഞാനും പറഞ്ഞു ചാക്കോനെ ഇവിടെ ആക്കപ്പോൾ ഡിമ്പിൾ പറഞ്ഞു ഡിമ്പിളെ നോക്കിക്കോളാം. അപ്പോൾ പക്ഷേ ഡിമ്പിളിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകണമെങ്കിലും മമ്മിയുടെ പുറകെ നിന്ന് ചാക്കോ മാറില്ല. ആരുമില്ലെങ്കിൽ മമ്മീനെ വിടില്ല ചാക്കോ. മമ്മിയുടെ പുറകെ ഇങ്ങനെ നിഴലായിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ ഡാൻസ് കോസ്റ്റ്യൂമിനെ പറ്റിയൊന്നും. അപ്പോൾ ഇതാണ് കേട്ടോ മസ്കാര, നല്ല അടിപൊളി മസ്കാരയാണ്. ഞാൻ പിന്നെ ഇതിനെ ഇടയ്ക്കും നമ്മുടെ ആ ഫ്രണ്ടിൽ റാബിറ്റ് ഹെയർ പോലെ വെള്ളമുടി ഉള്ളിടത്തും ഇത് യൂസ് ചെയ്യും കേട്ടോ. വാട്ടർ പ്രൂഫാണ്, പക്ഷേ നല്ല പോലെ ബ്ലെൻഡ് ആവും കേട്ടോ. നല്ല പോലെ തോമനിപ്പോൾ ഓൾറെഡി ലാഷസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു
എക്സ്ട്രാ ലാഷ് ഫീലിംഗ്. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിതേ വേഗം ഇറങ്ങി. കാരണം 5 മണിയാകുമ്പം ടീച്ചേഴ്സിന് കുട്ടികളെ കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തോമുനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ പുള്ളി ഞാൻ വിചാരിച്ചത്ര പ്രശ്നങ്ങളൊന്നും മേക്കപ്പ് ഇടാനും ഡ്രസ്സ് ചെയ്യാനും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഈസിയായി നമുക്കല്ലേ. നമ്മൾ പിള്ളേർ വാശി പിടിച്ചാൽ നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റും. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഭാവൻസിലെ ടൗൺ സ്കൂളിലാണ്, അവരുടെ ഓഡിറ്റോറിയത്തിലാണ് മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പുളിമൂടിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. എനിക്ക് ആ വടക്കേച്ചിറ എന്നാ പറയുന്നതെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ പേളിമാണിയുടെ മറ്റേ നമ്മുടെ ഷൈൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പിള്ളേരെ ട്രിപ്പിന് കൊണ്ടുപോകുന്നില്ലെന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ പാരൻസ് പലരും നമ്മളോട് കമൻസ് വഴിയും ഈവൻ റിലേറ്റീവ്സ് പോലും നമ്മളോട് ചോദിക്കാറുണ്ട്, പിള്ളേരെയും കൂട്ടിയൊരു ട്രിപ്പൊക്കെ പൊക്കൂടെയെന്ന്. ഞാൻ ആര് ചോദിച്ചാലും ഞാൻ അവരോട് ഇത്രേ പറയുള്ളൂ, വീട്ടിൽ ആവശ്യത്തിലധികം കെയർ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പുറത്ത് പോയാൽ പ്രത്യേകിച്ച് കാറിൽ കയറിയ 2 പേരും എൻ്റെ മടിയിൽ ഇരിക്കുകയുള്ളൂ. ഈ 2 പേരും മടിയിലിരിക്കുക എന്ന് വെച്ചാൽ വലിയ സുഖമുള്ള കാര്യമല്ല. അപ്പം ഞാൻ പറയും അതിനേക്കാളും ബെറ്റർ ഞാൻ വീട്ടിലിരുന്ന് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. മോറോവർ റൂമിലാണെങ്കിൽ അവരവരുടെ പാട്ടിന് കളിച്ച് നടന്നോളൂ. ഇത് നമുക്ക് പുറത്ത് പോയാൽ കുറച്ചധികം ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബൊമ്മക്കലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ടൈമിങ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് ഞാൻ ഭാവൻസ് ടീമിനോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. 5 മണിയായപ്പോൾ കുട്ടികളെ കയ്യിൽ നിന്ന് എടുത്തു. 5:30 ആകുമ്പം ഫംഗ്ഷൻ തുടങ്ങും. 5:35 നമ്മുടെ പിള്ളേരുടെ പരിപാടിയാണ് ഗ്രൂപ്പിൽ. അതായത് ഓരോ ഡാൻസ് ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആകെ 5 ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 പാരൻസിൻ്റെ ആയിരുന്നു. പാരൻസും വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മമാരും അവർക്ക് സമയം കണ്ടെത്തി ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ പോയ സമയത്ത് ചാക്കോയും മമ്മിയായിട്ടുള്ള യുദ്ധമാണ് കേട്ടോ. ചാക്കോയ്ക്ക് മമ്മീനെ തന്നെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, അവിടെ പോയി വളരെ ഭംഗിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റായി. കാരണം ടൈം ലാഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണല്ലേ. അപ്പോൾ എന്താ പറയുക, തോമിന് പാലൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അല്ലാത്തൊരു സമയമല്ല. 5:30 ആകുമ്പോൾ അവന് വീണ്ടും വിശക്കണ ഒരു സമയമാണ്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഡോൺ ചേട്ടൻ പെട്ടെന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. കാരണം അവൻ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ ചീഫായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പേരും പോസ്റ്റുകളും ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇതിൽ 2-3 പേരെ ഞാൻ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് കേട്ടോ തോമുൻ്റെ ബിന്ദു മാം എന്ന് പറയുന്നത്. മൂപ്പരാണ് ആങ്കറിങ് എല്ലാം ചെയ്തത്. അപ്പോൾ ഭയങ്കര ഞാൻ ആര് ചോദിച്ചാലും മാമിൻ്റെ ഐഡൻറ്റിറ്റി സ്മൈലാന്ന് പറയട്ടോ. അത് റീമോൾ മാമിനും നല്ലൊരു പ്ലസൻറ്റ് സ്മൈലുണ്ട് നമ്മളെ കാണുമ്പോൾ. എന്ന് വെച്ച് വേറെ ആർക്കും ഇല്ലെന്നല്ല, ചിലരുടെ ഐഡൻറ്റിറ്റി സ്മൈലാണ്. അത് നല്ല അടിപൊളിയായിട്ട് മാമിനുണ്ട് കേട്ടോ. അപ്പോൾ തിരി കൊളുത്തി നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഇൻചാർജസ് തിരി കൊളുത്തി ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ട് ഫീൽ ചെയ്യും. കുറച്ചധികം 13 മിനിറ്റായി ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും കേട്ടോ. ഞാൻ കണ്ടിടത്തോളം എനിക്ക് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടെ എക്സ്ക്യൂസ് ചോദിച്ച് തെറാപ്പി ചെയ്താലേ ഞാൻ ഓക്കെ ആവുള്ളൂ. ഈ ഒരാഴ്ച എനിക്ക് ശരിക്കും ഒരു ദുർഘടം പിടിച്ച ആഴ്ചയായിരുന്നു കേട്ടോ. അവരൊരു മാസം നോക്കാം എന്നിട്ട് സർജറി എന്നാണ് എന്നോട് പറഞ്ഞത്. അറിയില്ല, അതൊന്നും ഇപ്പം ഞാൻ ആലോചിക്കാറില്ല. കാരണം ആലോചിച്ചാൽ എൻ്റെ സകലമാന മൂടും നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഭജന സോങ് പോലെ പിള്ളേരും ടീച്ചേഴ്സും ഉള്ളതാണ് കേട്ടോ. അവർ വേഗം അറേഞ്ച് ചെയ്യും. ഇവരാണ് കുറച്ചും കൂടെ ഹെവി മേക്കപ്പിൽ ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ബിന്ദു മാമും ഉണ്ട്. ഇവരുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മ്യൂസിക്കോടെ ഇടാനാണ് ഇഷ്ടം. പക്ഷേ കോപ്പിറൈറ്റ് എന്ന മഹാസംഭവം നമ്മളെ വേട്ടയാടുന്നത് കൊണ്ട് അത് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും മ്യൂസിക് കൊടുത്ത് അത് അവസാനിപ്പിക്കും. കാരണം എൻ്റെ സൗണ്ട് പോയി തുടങ്ങി. ഇനി ഞാൻ അത് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ദേ ഭജന തുടങ്ങിയിട്ടുണ്ട്. ഭജന പാട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അവർക്ക് പണ്ടത്തെ ആ ഒരു കാർപ്പറ്റ് പോലത്തെ സംഭവം വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവരത് വളരെ ഭംഗിയായിട്ട് ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ പിള്ളേർ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാലോ, ഹിന്ദുക്കൾക്ക് സ്പെഷ്യലി അറിയാം, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളായിരിക്കും. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ആ കുട്ടികൾ പാട്ട് പാടിയിട്ടോ. ഇതൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മ്യൂസിക് കരോക്കെ ഇട്ടിട്ടാണ് അവർ പാടിയത്.
അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് എന്നെ യൂട്യൂബിന് പ്രശ്നമില്ലെങ്കിൽ പോലും വേറെ പല പ്രശ്നങ്ങളും വന്നത് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അങ്ങനെ അവരുടെ വളരെ ഭംഗിയിൽ ആ പരിപാടി അവസാനിച്ചു. കുട്ടികളായിക്കോട്ടെ ടീച്ചേഴ്സായിക്കോട്ടെ എല്ലാം പിന്നെ സ്പീഡായിരുന്നു കേട്ടോ, ഒരു ലാഗിങ്ങും ഇല്ല. നെക്സ്റ്റ് പ്രോഗ്രാം വളരെ കാര്യത്തിൽ അവർ ചെയ്തു. പിന്നെ ഇതിൻ്റെ പരിപാടിയുടെ പേരിൽ നമുക്ക് കുറേ നാശനഷ്ടങ്ങൾ നല്ല ധനനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ഡ്രസ്സിന് 230 250 അങ്ങാണ്ടേ ഉള്ളൂ. മേക്കപ്പ് നമ്മുടെ കയ്യിൽ ഉള്ളത് നമുക്കിടാം, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ വേഗം കപ്പിൾസായിട്ട് നിർത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡാൻസ്. അപ്പോൾ ഞാനൊരു മ്യൂസിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമേ.
നമ്മുടെ പിള്ളേർ അവതരിപ്പിച്ച അടിപൊളി പരിപാടികൾ അമ്മമാരുടെ ആയിക്കോട്ടെ ടീച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഭവൻ സ്കൂളിന് ടൈമിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആർക്കും യാതൊരു വിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ടൈം ലാഗുകളോ പിള്ളേരെയും കൊണ്ട് വട്ടം കറങ്ങേണ്ടിയോ ഒന്നും വന്നില്ല. എല്ലാം കുഞ്ഞു മക്കളാണ്. നമ്മളെക്കാളുപരി അവർക്കറിയാലോ, അവർ കുറേ സമയം നമ്മുടെ പിള്ളേരെ നോക്കുന്നതാണല്ലോ. എനിവേ വളരെ ഭംഗിയായിട്ട് നല്ലൊരു പരിപാടി കാണാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അവിടെ നല്ല അടിപൊളി എന്താ പറയുക പ്രസാദം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. പിള്ളേർക്കും നല്ലൊരു മോട്ടിവേഷനായിരുന്നു. അവർക്കൊരു ഗിഫ്റ്റ്, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അതും ഭയങ്കര ഹാപ്പി, നല്ലൊരു എന്താ പറയുക ഒരു ഐഡിയൽ ഗിഫ്റ്റാണ് അവർക്ക് കൊടുത്തത്. അപ്പം എല്ലാവരും ഗിഫ്റ്റ് വാങ്ങി സാറിൻ്റെ എന്താ പറയുക ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ മീഷോ ഡ്രസ്സാണ് കേട്ടോ. തോമുൻ്റെ ഗ്രൂപ്പ് ഡാൻസിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയൊക്കെ മീഷോ ഡ്രസ്സാണ് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ. അങ്ങനെ നമ്മുടെ തോമുക്കുട്ടൻ വാങ്ങിക്കുകയാണ് കേട്ടോ. ബ്ലെസ് ചെയ്ത് വിടുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി. ഇതാണ് കേട്ടോ തോമുവിന് കിട്ടിയത്. അങ്ങനെ ഞങ്ങളിത് പ്രസാദമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോവുകയാണ്. തോമുവിന് പ്രോമിസ് ചെയ്തൊരു സാധനവും വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോണത്. അപ്പം നമുക്ക് ഉടനെ ഒരു വ്ളോഗിൽ കാണാം. നാളെ എനിക്ക് തെറാപ്പി ഉണ്ട് കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്ക് എന്നെ അവൻ ശരിയാക്കും നാളെ പോകുമ്പോൾ.